അവാർഡുകൾ വാരി കൂട്ടിയ ഒന്നാണ് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്ക് എത്ര പേരിൽ നിന്നാണ് അവാർഡുകൾ വ്യക്തി എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ആരാണ്? മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അല്ലെ? അദ്ദേഹത്തിൽ നിന്നും നമ്മുടെ AP ശർമാജി അദ്ദേഹം ഈ അവാർഡ് സ്വീകരിക്കുന്നു. അതുപോലെ നിങ്ങൾ കാണണം, കണ്ണു തുറന്ന് കാണാം. ഇത് പ്രൊഫസർ KV തോമസ് ആണ്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ മിനിസ്റ്റർ, അദ്ദേഹത്തിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചാബിലെ ചീഫ് മിനിസ്റ്ററിൽ നിന്നും മികച്ച ഭക്ഷ്യയിലേക്കുള്ള അവാർഡ് സ്വീകരിക്കുന്നു. അതുപോലെ മുൻ പ്രസിഡന്റിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നു, മുൻ പ്രധാനമന്ത്രിയിൽ നിന്നും അവാർഡ് സ്വീകരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണണം, മറ്റുള്ളവരെ കാണിപ്പിക്കുകയും വേണം. കാരണം ഈ ഒരു ഹെൽത്ത് കാർഡ് ഓയിൽ കൊണ്ട് ധാരാളം പേര് ഇന്ന് ബിസിനസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. പല ഹോട്ടലുകളിലും ഇത് കൊണ്ടുപോയി കാണിക്കുന്നവരുണ്ട്, തട്ടുകടകളിൽ ഇത് കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നവരുണ്ട്. അതുപോലെ ആ ഒരു സെഗ്മെന്റിലൂടെ ബിസിനസ് വളർത്തുന്ന ധാരാളം പേര് ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹോട്ടലാണ് പാരഗൺ ഹോട്ടൽ. കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. കേട്ടിട്ടുണ്ടോ പാരഗൺ ഹോട്ടൽ? അവിടെ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഭക്ഷ്യ എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ RCMന്റെ റൈസ് ബ്രാൻ ഓയിലാണ്. ഓക്കെ, ഇതൊക്കെ ഈ തരത്തില് നെറ്റ്വർക്കിംഗ് അല്ലെ, പഠിച്ചവര് അറിഞ്ഞവര് ഈ രംഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ടീമിൽ ഇതുപോലെ നിപുണരായ ആളുകൾ വരുന്നുണ്ടാവും. അവരിതുപോലെയുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഉള്ള നൈപുണ്യം ആളുകളിലുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് എപ്പോഴാണ് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് PCG പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം? RCMനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ